അതെ, എന്തൊക്കെയോ ചോദിക്കണം എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. എല്ലാം മറന്നുപോയി സത്യം നേരിട്ട് കണ്ടപ്പോൾ. ഒന്ന് തൊട്ടോട്ടെ. തൊട്ടാപാടിയല്ല, കുഴപ്പമില്ല, പാടില്ല. നമസ്കാരം. ഹ്യൂജ് ഫാൻ. എല്ലാ ഭരത്തിനെ നല്ലോണം അറിയണതാണ്. അപ്പം എന്തായാലും ഹ്യൂജ് പ്ലാറ്റ്ഫോം KDL. അപ്പം എനിക്ക് ഉറപ്പാണ് ഇത്ര അത് നല്ലൊരു ചാനലിൽ വരുന്നു. അപ്പോൾ ഐ ആം ഷുവർ ഇങ്ങനെ ഒരു ഓണർ കിട്ടിയത്, അത് ഇത്രയും നല്ല ടാലന്റഡ് യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പം ഇവിടെ വരാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട്. ഈ കണ്ട സ്റ്റെപ്പ് മാസ്റ്റർ ഇപ്പൊ പഠിപ്പിച്ചതാണ്. എന്തെങ്കിലും ഏറ്റവും ഈസി സ്റ്റെപ്പ് പറഞ്ഞുകൊണ്ട് മാസ്റ്റർ അടിച്ചു പൊളിച്ചു, സൂപ്പർ ആയിട്ട് ചെയ്തു. വലിയ ക്ലാസ് ചെയ്യണം. ഒരു 2-5 മിനിറ്റ് കൂടെ ഇല്ല, അങ്ങനെ ഒരു ചെറിയ സ്റ്റെപ്പ്. അല്ല, ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കും ലുക്ക് ഉണ്ടാവുമ്പോഴേ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. വലിയ ഞാനിപ്പോഴും ഷേക്കിംഗ് ആണ്. ഏത് കോമ്പറ്റീഷനിലും സ്റ്റേജിൽ ഭയങ്കര ഒരു നെർവസ്നെസ് ഉണ്ടാവും. നല്ലതാണ്, കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇത് സംഭവം കാണിക്കുമ്പോൾ ഈ കോസ്റ്റ്യൂം ആണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോ ബോഡി, ആ ഗ്ലാസും എല്ലാ ലുക്കും, പിന്നെ ആ ഒരു സ്റ്റെപ്പും, ആ ഒരു ക്രിക്കറ്റിന്റെ സാധനം ശരിക്കും എഗ് മാറ്റർ അല്ലേ? അത് ശ്രീശാന്തിനെ ചോദിക്കണം. ഓ, ആ ബോഡി എന്റെ ബോഡി സെയിം ജിം ആണ് ചെന്നൈയിൽ വല്ലപ്പോഴും. He loves his training. എനിക്ക് തോന്നുന്നു most of the strict rules also he needs a gym everywhere. So it's great to see actors literally following Salman Bhai and everybody. So a legend, yaar. All the best, yaar. എനിക്ക് ചോദിക്കാനുള്ളത്, ഡാൻസർ നല്ല അടിപൊളി ഡാൻസ് സംഭവമൊക്കെ അല്ല, ക്രിക്കറ്റർ ആണ്, പ്രൊഫഷണലി ആൾ നല്ല ക്രിക്കറ്ററാണ് ഒക്കെ ശരിയാണ്. ഇപ്പോൾ ഡാൻസറും ആണെന്ന് മനസ്സിലായി. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ക്രിക്കറ്റാണോ ഡാൻസാണോ? ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അച്ഛനമ്മയിൽ നിന്ന്. കാരണം എൻ്റെ ചേച്ചി ഒരു ഡാൻസറാണ്, നിവേദിത ആക്ട്രസൊക്കെയാണ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫാമിലി മധുചേട്ടൻ എല്ലാവരും ആർട്സാണ്. അപ്പം അവിടെ പഠിച്ചിരിക്കുന്ന എന്ത് ചെയ്താലും ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ 1 minute ഡു ഇറ്റ് വിത്ത് പാഷൻ. അപ്പം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫുൾ ടൈം focused on cricket. If you're dancing, focus on that. If you're reading, focus on reading. If you're in a show, focus on this show. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീശാന്ത്. അല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്മുടെ മലയാളി, നമ്മൾ ഒക്കെ അയൽവക്കമായിട്ട് വരും ഇവിടെ. നമ്മൾ കണ്ടതും കൂടെയാണ്, അതൊക്കെ ഈയിടക്ക് കണ്ടതും കൂടെയാണ്. അപ്പോൾ ഇങ്ങനൊരാൾ സംഭവം കാണുക, ഈ പറഞ്ഞ കരച്ചിലിൻ്റെ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ക്ലിപ്പൊക്കെ വരും, അതൊക്കെ കാണും. നല്ല എല്ലാ ഇമോഷൻസും ഉണ്ട്. ഡയറക്ടേഴ്സ് ഒക്കെ കാണുന്ന പ്രൊഡ്യൂസറൊക്കെ ഉണ്ടെങ്കിൽ കളി കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആക്ട്രസ് മാസ്റ്റർ ഇരിക്കണം. മാസ്റ്റർ മറക്കണ്ട, വല്ലപ്പോഴും വില്ലനായാലും കുഴപ്പമില്ല, നമ്മൾ വില്ലനാണ് ബെറ്റർ. ഡോണ്ട് ഫോർഗെറ്റ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനുള്ള ഒരു സിംഹാസനം നമ്മളവിടെ അടുത്ത് റെഡിയാണ്. താങ്ക് യു. നല്ലൊരു കയ്യടിയോടെ. God bless. Thank you.